ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ 13 സാക്ഷികളെ പുതുതായി ചേർത്ത റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കേസിലെ മുഖ്യപ്രതിയായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയുടെ ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെയാണ് നൽകിയത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് 16-നാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ബിജീഷ് ഗോവിന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്. ബിജീഷ്, കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ 13 സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇതിനകത്ത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം നടത്തണമെന്നുള്ള വിധി മാർച്ച് 16-നാണ് അഡീഷണൽ സെഷൻസ് കോടതി തലശ്ശേരി പുറപ്പെടുവിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ സംഭവം സംബന്ധിച്ചിട്ടുള്ള തുടരന്വേഷണം നടത്തി. അതിലാണ് ഇപ്പോൾ 13 സാക്ഷികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ 13 സാക്ഷികളെ കൂടി കൂട്ടിച്ചേർത്തോടുകൂടി കേസിനകത്ത് ഇപ്പോൾ സാക്ഷികളുടെ എണ്ണം 115 ആയിട്ടുണ്ട്. ഒപ്പം തന്നെ PP ദിവ്യയുടെ ഫോൺ വിളികൾ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങളും അന്വേഷണ സംഘം നൽകിയിരുന്നു. അതിനകത്ത് അവർ ആവശ്യപ്പെട്ടിരുന്നത് 1/6/2026 മുതൽ 15/11/2024 വരെയുള്ള രേഖകളാണ് ചോദിച്ചിരുന്നത്. പക്ഷേ അതിനകത്ത് 2.5 മാസക്കാലത്തെ വിശദാംശങ്ങൾ BSNL നൽകാൻ സാധിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ചിട്ട് എന്തുകൊണ്ട് ഈ 2.5 മാസത്തെ കാലയളവിലുള്ള ഫോൺ വിളി വിശദാംശങ്ങൾ ലഭിച്ചില്ല, അത് ലഭിക്കാനുള്ള എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് കോടതി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് തിങ്കളാഴ്ച പ്രോസിക്യൂഷൻ മറുപടി നൽകും. ഒപ്പം തന്നെ ഈ പമ്പ് ഉടമയായിട്ടുള്ള TV പ്രശാന്തൻ ADM നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിലേക്ക് പോയതിന്റെ CCTV ദൃശ്യങ്ങളും കൈക്കൂലി ADMന് നൽകി എന്നതുമായി ബന്ധപ്പെട്ട് TV പ്രശാന്ത് വിജിലൻസിന് നൽകിയ പരാതിയിൽ വിജിലൻസ് സംഘം പ്രശാന്തിൽ നിന്ന് എടുത്ത മൊഴിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ തുടരന്വേഷണ റിപ്പോർട്ടിനകത്ത് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെയാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് തിങ്കളാഴ്ച ഇനിയിപ്പോൾ ഈ CDRന്റെ വിശദാംശങ്ങൾ കോടതി ചോദിച്ച സംശയത്തിനുള്ള മറുപടി പ്രോസിക്യൂഷൻ നൽകും. തുടർന്നാകും ഈ കുറ്റപത്രം അംഗീകരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള നടപടികളിലേക്ക് കോടതി കടക്കുക. അത് കഴിഞ്ഞ് വേണം ഈ കേസിന്റെ വിചാരണ നടപടികളിലേക്ക് കോടതി കടക്കാനുള്ളത്. വിനീഷ. ശരി ബിജു.